മണ്ണ് നുള്ളിയിടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തിരക്കാണ് ബാംഗ്ലൂർ നഗരം. എപ്പോഴും വികസനത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന, എപ്പോഴും വിദേശ സഞ്ചാരികൾ എത്തുന്ന, എപ്പോഴും തിരക്കുള്ള ഒരു വലിയ നഗരമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിലൂടെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് ഈ തിരക്കെന്ന് പറയുന്നത്. എപ്പോഴും എല്ലായിടത്തും തിരക്ക് തന്നെയാണ്. ആ തിരക്കിലൂടെയുള്ള ഒരു ഓട്ടോറിക്ഷ യാത്രയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇന്ത്യയിലെ മൂന്നാമത്തെ ജനനിബിഡമായ നഗരം, 5 വലിയ തലസ്ഥാന നഗരത്തിലൊന്നുമായി ഇവിടെ ഏകദേശം എത്ര പേരാണ് കർണാടകയിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ നഗരത്തിൽ താമസിക്കുന്നറിയോ? ഏകദേശം 65 ലക്ഷം പേരാണ് കർണാടകയിൽ ഇവിടെ മാത്രം താമസിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ മറ്റ് ഒരുപാട് പ്രത്യേകതകൾ എന്താണെന്നറിയോ? വൻകിട വ്യവസായങ്ങളുടെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളുടെയും ഏറ്റവും വലിയ വാർത്താവിനിമയ സംവിധാനങ്ങളും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ഇതെല്ലാം കൂടി വലിയ വലിയ ആശുപത്രികളുടെയും ആസ്ഥാന നഗരം കൂടിയാണ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള മൂന്നാമത്തെ നഗരമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ എപ്പോഴും തിരക്കിലാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണ് ബാംഗ്ലൂരിനെ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സായി ബാംഗ്ലൂർ മാറുകയും ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള നഗരങ്ങളിൽ ഉൾപ്പെടുകയും ലോകത്തിലെ വ്യവസായം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല നഗരമായി തന്നെ ബാംഗ്ലൂർ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിൻ്റെ ചരിത്രം ഏകദേശം 1500കളിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കമ്പഗൗഡ ഒന്നാമനാണ് ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ ഒരു മൺകോട്ട പണിതുയർത്തുകയും അതിനെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഈ കമ്പഗൗഡയിൽ നിന്നാണ് ബാംഗ്ലൂർ എന്ന് പറയുന്ന വലിയ നഗരത്തിൻ്റെ ആദ്യത്തെ ഉത്ഭവം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ബാംഗ്ലൂർ അവരുടെ പടിഞ്ഞാറൻ ഇന്ത്യയുടെ സാമ്രാജ്യ ഭരണത്തിൻ്റെ കേന്ദ്രമായി വികസിച്ചു. ഈ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും മറ്റുകൊണ്ട് അവർ ഇവിടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അത്രത്തോളം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ബാംഗ്ലൂർ എന്ന് വേണം പറയാം. ബാംഗ്ലൂരിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യയിൽ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലാകെ കയറ്റി അയക്കപ്പെടുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ 35% ബാംഗ്ലൂരാണ് നിർമ്മിക്കുന്നത്. ആശ്ചര്യപ്പെടേണ്ട, അതാണ് സത്യം. 35% കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലും മാനുഫാക്ചർ ചെയ്യുന്നത് കർണാടകയിൽ നിന്നാണ്. അത്രത്തോളം ജനസംഖ്യയുള്ള, അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളത്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലാണ് ബാംഗ്ലൂർ. എപ്പോഴും തിരക്കുള്ള നഗരത്ത് വീണ്ടും ലുലുമാളും കൂടി വന്ന് അവിടെ തിരക്കാക്കി. ആ ലുലുമാലിൻ്റെ ഫ്രണ്ടിൽ എൻട്രിക്ക് വേണ്ടിയിട്ട് മൊത്തം ആളുകളാണ്. വിവര സാങ്കേതിക മേഖലയിൽ ഒരു വൻ ശക്തി കേന്ദ്രമായി ഈ നഗരത്തെ മാറ്റാൻ മാറി മാറി ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ മേഖലയിൽ ഇന്നും കാണപ്പെടുന്ന വികസനം അത്രയുമെന്ന് നമ്മളുടെ നിരീക്ഷകരും അതുപോലെ തന്നെ ആ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മാറി മാറി പലരും ഭരിച്ചെങ്കിലും ഇപ്പോഴും അവിടുത്തെ വികസനം ഒന്നിക്കൊന്നൊരാടം, ഇല്ലെങ്കിൽ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് കാണിക്കാൻ പറ്റിയെന്ന ഒരുപാട് സന്തോഷത്തോടു കൂടി RGC ന്യൂസ്.